വെൽക്കം ടു ഡേ 3 ഇൻ മലേഷ്യ. പിന്നെ മെയിൻലി കുലാലംപൂർ സിറ്റി ടൂറും പിന്നെ ഒരു ചൈനീസ് ടെമ്പിൾ പോകേണ്ടതാണ്. ഞാൻ ഈ ഔട്ട്ഫിറ്റ് ഇട്ട് ഒരു ചൈനീസ് ടച്ച് വരുന്നില്ല ഇന്ന്, അങ്ങനെ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അതെടുത്തിട്ടെ. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഫസ്റ്റ് എനിക്ക് തോന്നുന്നു KLCC എക്കോറിയം ആയിരിക്കും പോകുന്നത്. അപ്പം ബാക്കി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ നേരെ പോയത് ഫസ്റ്റ് ചൈനീസ് ടെമ്പിൾ കാണാനാണ്. സോ ഇതാണ് ഞാൻ പറഞ്ഞ ചൈനീസ് ടെമ്പിൾ, ടീൻ ഹോ ചൈനീസ് ടെമ്പിൾ. അപ്പം ഇവിടെ കണ്ടോ ആനിമൽസ്, ഈ ആനിമൽസിൻ്റെ ഓരോന്നിനും സൈഡിൽ ഇയർ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇയർ ഓഫ് ബർത്ത് നോക്കി നമ്മളെ ഇയർ, ഇപ്പം ഞാൻ 2001 2001 ഇയറുള്ള ആനിമൽ ഏതാണോ അതായിരിക്കും എൻ്റെ ലക്കി ആനിമൽ. അങ്ങനെയാണ് ഇവിടുത്തെ വിശ്വാസം. അപ്പം അത് പോയി നോക്കണം. അമ്മ അപ്പം പോയി നോക്കിക്കൊണ്ടിരിക്കുക അമ്മേൻ്റെ ഇയർ ഓഫ് ബർത്ത്. ഇതാണ് ടെമ്പിള്. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നല്ല രസമുണ്ട്. ഞാൻ അവിടെ പോകുമ്പോൾ കാണിച്ചു തരാം. ആദ്യം ഞാൻ എൻ്റെ ലക്കി ആനിമൽ ഏതാണെന്ന് കണ്ടുപിടിക്കട്ടെ. ഞാനും അച്ഛനും ഞങ്ങൾ രണ്ടാളും സ്നേക്കാണ്. 1965 2001 സ്നേക്ക് പീപ്പിൾ. ഞങ്ങൾ ഭയങ്കര വിഷമുള്ള ആൾക്കാരാ. അപ്പം ഞങ്ങളിപ്പോൾ നോക്കുമ്പോൾ അമ്മയും ചേച്ചിയും സെയിം ആണ്. ഞാനും അച്ഛനും സെയിം ആണ്. അമ്മയും ചേച്ചിയും എലിയാണ്. അപ്പം ഞങ്ങൾ ലൈക്ക് ഫാദർ ലൈക്ക് ഡോട്ടർ ലൈക്ക് മദർ ലൈക്ക് ഡോട്ടർ ടീംസ് ആണ്. അങ്ങനെ നമ്മൾ ലക്കി ആനിമലിനൊക്കെ കണ്ടുപിടിച്ച് ഉള്ളോട്ട് കയറി. ഉള്ളിൽ കയറിയിട്ട് ഏറ്റവും മേലെയാണ് ടെമ്പിൾ. അപ്പം നമ്മൾ മേലോട്ട് പോയി. ഈ ടെമ്പിളിൻ്റെ മേലെ കയറിയ ഇതാണ് വ്യൂ. ഇതാണ് ടെമ്പിൾ. എന്ത് ഭംഗിയല്ലേ കാണാൻ. അവരുടെ ക്രാഫ്റ്റ് വർക്കൊക്കെ, ഡെക്കറേഷൻസും. അങ്ങനെ നമ്മൾ ഉള്ളിലൊക്കെ കയറി തൊഴുമൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ കുറേ ബാംബൂ സ്റ്റിക്സ് വെച്ചിട്ട് നമ്പർ ഇട്ടിട്ടില്ല. അപ്പോൾ ഇതിനവർ ക്യൂയിക്കാൻ, എനിക്ക് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിയില്ല, ഓർ ഫോർച്ചുനേറ്റ് ഡ്രോയിങ് അങ്ങനെയും പറയാം. അത് നമ്മൾ കണ്ണ് പൂട്ടിയിട്ട് ഇങ്ങനെ കുലുക്കിയിട്ടൊരു സ്റ്റിക്ക് എടുക്കുക. ആ സ്റ്റിക്കിലുള്ള നമ്പറിൻ്റെ ഒരു നോട്ട് ഉണ്ടാവും. ലൈക്ക് ആ തിരിക്കുന്നത് ഒരു ഡ്രോയർ പോലത്തെ സാധനം. അപ്പോൾ അതിൽ ഡ്രോയർ തുറന്നു കഴിഞ്ഞാൽ അതിലിങ്ങനെ നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത സ്റ്റിക്കിലെ നമ്പറിലെ ഡ്രോയർ തുറന്നാൽ ആ നോട്ട് എടുത്താൽ അവരുടെ വിശ്വാസം എന്താ വെച്ചാൽ ആ നോട്ടിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുക. അങ്ങനത്തെ ഒരു രീതിയിലാണ്. അപ്പം എൻ്റെ ഇത് വായിച്ചപ്പം എൻ്റെ ഫുൾ നല്ല മാരേജ് പ്രഡിക്ഷൻസ് ആയിരുന്നു. അപ്പം ഞാനിത് വായിച്ച് കഴിഞ്ഞതും എൻ്റെ അമ്മ പറഞ്ഞ കാര്യം, ഗോപികനെ കെട്ടിക്കാനായിന്നാണ്. പക്ഷേ അത് അമ്മേൻ്റെ മോഹം മാത്രമാണ്. ഞാൻ ഇപ്പോഴൊന്നും കെട്ടിപ്പോയില്ല. കുറച്ച് കാലം കൂടി ഇവരെ ബുദ്ധിമുട്ടിച്ചിട്ടേ കെട്ടാൻ തീരുമാനിച്ചിട്ടുള്ളൂ. അങ്ങനെ പ്രഡിക്ഷനൊക്കെ വായിച്ച് ഞങ്ങൾ മൊത്തം ടെമ്പിളൊന്ന് കറങ്ങി കണ്ടു. അങ്ങനെ ഞങ്ങൾ ചൈനീസ് ടെമ്പിളിൽ നിന്ന് ഇറങ്ങുവാണ്. ഇവിടെ മൊത്തം ഒരു റെഡ് മയാണ്. ഞാനൊന്ന് റെഡ് ഡ്രസ്സായത് നന്നായി. ഫുൾ റെഡിഷാണ്. പക്ഷെ വേർത്ത് കുളിച്ച് ഭയങ്കര ചൂടാണ്. അല്ല, ടെമ്പിളിൻ്റെ ചൂട് എന്നല്ല, വെയിലില്ല പക്ഷെ ഭയങ്കര ചൂട്. ഞങ്ങൾ ചൈനീസ് ടെമ്പിളിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ ലിറ്റിൽ ഇന്ത്യ സ്ട്രീറ്റ് കൂടെ നടക്കുകയാണ്. ഞാനിപ്പോൾ നടക്കുന്ന സ്ഥലം ലിറ്റിൽ ഇന്ത്യ സ്ട്രീറ്റാണ്. ഇവിടെ മെയിൻലി നമ്മുടെ നാട്ടിലെ ഭക്ഷണം, തമിഴ് ഫുഡ്, സൗത്ത് ഇന്ത്യൻ ഫുഡ്, നോർത്ത് ഇന്ത്യൻ ഫുഡ്, പിന്നെ പട്ടുസാരിക്കടയൊക്കെ ഉണ്ട്. സിൽക്ക് സാരി, പിന്നെ എന്താ കേരള സാരീൻ്റെ ഷോപ്പൊക്കെ കണ്ട് കുറച്ച് ബാക്കിൽ. അങ്ങനത്തെ ഓരോ സാധനങ്ങളാണ് ഇവിടെ. ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് ഇവിടുത്തെ ഇന്ത്യ കാണാണ്ട് പോകാൻ പാടില്ലല്ലോ. അപ്പം ഞങ്ങൾ ഇതിലേ ജസ്റ്റ് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചിട്ട് നടക്കുക. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് വിട്ടു. ഞങ്ങൾ ഇപ്പം നിൽക്കുന്ന ഇവിടുത്തെ കിങ് പാലസിലാണ്. ഇവിടെ ആക്ച്വലി നമുക്ക് ഉള്ളിൽ കയറാൻ അലൗഡ് അല്ല, പക്ഷെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ ഇവിടെ ഇപ്പോഴും ബ്രിട്ടീഷ് റൂളിംഗ് സിസ്റ്റം പോലെ തന്നെയാണ്. കാരണം ഇവിടുത്തെ നോട്ട്സൊക്കെ, മലേഷ്യൻ നോട്ട്സൊക്കെ ഇപ്പോഴും പ്രിൻറ്റിങ് ഫ്രം UK ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ പഴയ ബ്രിട്ടീഷ് രീതിയിൽ എങ്ങനെയാണോ ഡ്രസ്സിങ് അതുപോലെയാണ് ഡ്രസ്സ് ചെയ്യുന്നത്. അപ്പം ഈ ബാക്കിൽ നിൽക്കുന്നത് കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഓക്കെ, ഈ ബാക്കിൽ നിൽക്കുന്നത് ഇവിടുത്തെ സെക്യൂരിറ്റിയാണ്. അത് സ്റ്റാച്ചു അല്ല. ഞാൻ ശരിക്കും വിചാരിച്ചത് സ്റ്റാച്ചു ആണെന്ന്. എന്നിട്ട് ഞാൻ ഫ്രണ്ടിലേക്ക് ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ മൂപ്പര് തല അനക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് സ്റ്റാച്ചു അല്ലാന്ന്. അങ്ങനത്തെ തന്നെ എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ വേറെ സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ, കുതിരേനെ പിടിച്ച് നിൽക്കുന്നത്. മൂപ്പര് സ്റ്റാച്ചു അല്ലാന്ന് ആദ്യം മനസ്സിലാവേണ്ടി, കാരണം മൂപ്പര് അനങ്ങുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നിൽക്കുന്ന ആൾ ഇതുവരെ ഞാൻ വന്നതിന് അനങ്ങാണ്ട് അതേ പൊസിഷനിൽ നിൽക്കുക. ഇടയ്ക്കൊന്ന് ശ്വാസം എടുക്കും. അപ്പം നമുക്ക് മനസ്സിലാവും അത് സ്റ്റാച്ചു അല്ലാന്ന്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ആക്ച്വലി ഞാൻ ആ കുതിരേൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തു. എനിക്കാണെങ്കിൽ നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ, കാരണം അതിനൊരു വൃത്തിയുടെ നാറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തലയാട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അത് കടിക്കുന്നില്ല, എന്നാലും എന്നിട്ട് അതിൻ്റെ അടുത്ത് പോയി നിന്നപ്പം ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് നക്കാൻ വന്ന് ഞാൻ ഓടി നിലവിളിച്ചിട്ട്. എന്നിട്ട് ഇവിടെയുള്ള ആൾക്കാരൊക്കെ എന്നെ ഇങ്ങനെ എന്തോ അനുഗ്രഹജീവിനെ പോലെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുക. ഞാൻ ഇപ്പം നിൽക്കുന്നത് ഇവിടുത്തെ നാഷണൽ മോണ്യുമെൻറ്റിൻ്റെ ഉള്ളിലാണ്. ഇത് 1963 ഇവർ പണിതത്. ഇത് മെയിൻലി ഉണ്ടാക്കിയ എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ രാജ്യത്തിന് വേണ്ടി, വാറിൻ്റെ ടൈമൊക്കെ നടക്കുമ്പോൾ രാജ്യത്തിന് വേണ്ടി ജീവൻ കളഞ്ഞ ആൾക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടി
ലൈക്ക് ആ സോൾജേഴ്സിന് വേണ്ടി അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ മോണമെൻ്റാണിത്. അങ്ങനെ മോണമെൻ്റൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ KLCC എക്വേറിയത്തിലോട്ട് പോയി. ഞങ്ങളിപ്പം KLCC എക്വേറിയം വന്നേക്കുക. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫിഷിനെ കാണാൻ വന്നേക്കുക. അക്വേറിയത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളൊക്കെ ഫുൾ അതിശയമുള്ളതായിരുന്നു. ഇതൊരു മീനാണ്, സ്പോട്ടഡ് ഗാർഡൻ ഈൽ എന്ന് പറഞ്ഞിട്ട്. ഇതിനെ ത്രെട്ടൻ ചെയ്താൽ ഇതാ മണ്ണിൻ്റെ ഉള്ളോട്ട് പോകത്രേ. അങ്ങനെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ മീൻ മാത്രമല്ല കേട്ടോ, പല വെറൈറ്റി ഓഫ് എട്ടുകാലി, പല്ലി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഓർമ്മ വന്നത് ഞാൻ പണ്ട് കണ്ട കാർട്ടൂണാണ്. അതിലിങ്ങനെ കുറേ കളർഫുൾ ആയിട്ടുള്ള മീനുണ്ട്. അതിനൊക്കെ നേരിട്ട് കണ്ടൊരു ഫീലായിരുന്നു ഇത്. ഇതിനൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ചോദിച്ചാൽ എങ്ങനെയാണ് ഇതിനൊക്കെ ഇത്ര ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ഉണ്ടാവുക? ചില മീനൊക്കെ ഇങ്ങനെ ബ്ലൂവിൽ പിങ്ക് വര, വയലറ്റിൽ റെഡ് വര, എന്ത് ഭംഗിയുള്ള കളർ കോമ്പിനേഷൻസ് ആയിരുന്നു അറിയോ. ഇത് മീനിന് ഫുഡ് കൊടുക്കുന്നൊരു കാഴ്ചയാണ്. അത് വായ തുറക്കുന്നുണ്ടോ? നമ്മൾ ഈ കുഞ്ഞു കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ വായ തുറക്കുന്ന പോലെ നല്ല ക്യൂട്ടായിട്ടുള്ള അതിനെ കാണാൻ. ഞങ്ങൾ KLCC എക്വേറിയത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ ഇപ്പോൾ ഒരു കോമഡി ഉണ്ടായി. സംഭവം നമ്മൾ ഇവിടെ വന്നിട്ടാണല്ലോ ട്രാവൽ എടുത്തത്, ഒരു ഏജൻറ്റിനെ എടുത്തതാണ്. അപ്പം 5 ആളുടെ ടിക്കറ്റിൻ്റെ ബാർകോഡ് അയാൾ അച്ഛൻ അയച്ചു കൊടുത്തു. അതിൽ 2 എണ്ണേ വർക്ക് ചെയ്തു, ബാക്കി 3 വർക്കില്ല. അപ്പം അച്ഛൻ പറഞ്ഞു ഞങ്ങൾ 2 പേരോട് കയറിക്കോളാൻ. അച്ഛൻ ആ ഏജൻറ്റിനെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു നമ്മൾ സെൻഡ് ചെയ്ത് തരാം, ടിക്കറ്റ് സെൻഡ് ചെയ്ത് തരാം, 2 ആൾ കയറിക്കോളൂ, ബാക്കി 3 ആൾ പിന്നാലെ കയറിയാൽ മതിയല്ലോ. അങ്ങനെ ഞാനും അമ്മയും കയറി. ഞങ്ങൾ ആസ്വദിച്ച് ഫുൾ കണ്ട് എക്സിറ്റ് പോയിന്റ് എത്തിയപ്പോഴത്തേക്കുണ്ട് സെക്യൂരിറ്റി ഗാർഡൊക്കെ വന്നിട്ട് അമ്മേൻ്റെ അടുത്ത് യുവർ ഹസ്ബൻഡ് ഇസ് വെയിറ്റിംഗ് ഫോർ യു, യുവർ ഹസ്ബൻഡ് ഇസ് വെയിറ്റിംഗ് ഫോർ യു എന്ന്. അപ്പം നമ്മൾ വിചാരിച്ച് നമ്മൾ മേലെ പോയി നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അയാൾ 3-4 പ്രാവശ്യം ടിക്കറ്റ് അയച്ചു കൊടുത്തിട്ടും ആ ടിക്കറ്റിൻ്റെ ബാക്കോടൊന്നും വർക്കാവുന്നില്ല. അപ്പോൾ അയാൾ ചോദിച്ചു ഒന്നെങ്കിൽ പൈസ റീഫണ്ട് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അച്ഛൻ പറഞ്ഞു പൈസ റീഫണ്ട് ചെയ്താൽ മതി, കാരണം ഇനിയിപ്പം ഓൾറെഡി ഞങ്ങൾ കയറി ഇറങ്ങാനായി. വീണ്ടും അച്ഛൻ കയറുമ്പോഴത്തേക്കും നല്ല നേരം വഴുകും, ലേറ്റ് ആവും വിചാരിച്ചിട്ട് അച്ഛൻ വേണ്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ട് അച്ഛൻ ഇവിടുത്തെ സെക്യൂരിറ്റിൻ്റെ അടുത്ത് ഞങ്ങളുടെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്തു. ഞങ്ങൾ എന്തൊക്കെയോ അനൗൺസ്മെൻ്റ് ഒക്കെ കേട്ടു, പക്ഷെ ഇവർ ചിലപ്പോൾ നമ്മുടെ പേര് വേറെ രീതിയിലായിരിക്കുമല്ലോ പറയുക. അതുകൊണ്ടാണോ അല്ല, ഞങ്ങളിങ്ങനെ അനൗൺസ്മെൻറ്റ് വേറെ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങളെ തപ്പിയിട്ടുള്ള അനൗൺസ്മെൻ്റാണ് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ മേലെ വന്നപ്പോൾ അച്ഛൻ ഫുൾ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് ഞങ്ങൾ കാണാണ്ടായി. അച്ഛൻ വിചാരിച്ചു ഞങ്ങൾ എക്സിറ്റ് പോയിന്റ് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, കാരണം അച്ഛനെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയായിരിക്കും, അച്ഛനിപ്പോൾ വരും വിചാരിച്ചിരിക്കുക പറഞ്ഞു. പാവ അച്ഛൻ ഇവിടെ ടെൻഷൻ അടിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതെ, മിസ്സിംഗ് ഫ്രം മലേഷ്യ. എന്നിട്ട് സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഇവിടെയുള്ള എല്ലാം എക്യൂറത്തിനുള്ള എല്ലാ സെക്യൂരിറ്റി ഗാർഡിൻ്റെ അടുത്ത് ഞങ്ങളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ ഞങ്ങളെ തപ്പിക്കൊണ്ടിരിക്കുക. കോമഡി ആയിട്ടുണ്ട് എന്തായാലും. എക്സ്പീരിയൻസ് അല്ലേ നമുക്ക്. പാവച്ചൻ ഞങ്ങള് ഫുഡ് കഴിക്കാൻ ഇവിടെ 3:30-3:30ക്കാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. ഞങ്ങൾ ഇന്നലെ ചൈനീസ് കഴിച്ചതോടെ ഞങ്ങൾക്ക് മതിയായി. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് കേരള റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് അമ്മ ഇവിടെ എലിയൊക്കെ ടൂൺ കഴിക്കാൻ പോകാൻ. ഞാൻ പ്ലേറ്റ് മതി പറഞ്ഞല്ല, ഞാൻ വേറൊന്നും പറഞ്ഞില്ല. ഞാൻ അമ്മേൻ്റെ നിന്ന് കുറച്ച് എടുക്കാൻ വിചാരിച്ചു, എനിക്ക് അത്ര വിശക്കുന്നില്ല. അങ്ങനെ എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് തീർന്നു. ഇനി എനിക്കൊന്നും ഡിലീറ്റ് ചെയ്യാനില്ല, കാരണം വിചാരിച്ചു വീട്ടിൽ ചെന്ന് ലാപ്പ് പോയിട്ട് എനിക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഡിലീറ്റ് ചെയ്ത് എനിക്ക് ആവശ്യമുള്ളതും കൂടെ പോകും. അപ്പം ഞാൻ പറഞ്ഞു തന്നത് നല്ല ചോറും ക്യാബേജ് തോരനും സാമ്പാറും മോരൊക്കെ ഊറ്റി ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ എന്നല്ലാത്ത ചൈനീസ് കഴിച്ചതോടെ ഞാൻ ഭക്ഷണമേ വെറുത്തുപോയി. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. ഇപ്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു സമാധാനമുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇൻഡിപെൻഡൻസ് സ്ക്വയറിൻ്റെ ഫ്രണ്ടിലാണ്. ഇതാണ് ഇൻഡിപെൻഡൻസ് സ്ക്വയർ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ റൂമിൽ പോയി കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് അവിടുത്തെ നൈറ്റിലെ ഫുഡ് സ്ട്രീറ്റ് കാണാൻ ഇറങ്ങി. അവിടെ നോൺ വെജേ കിട്ടുള്ളൂ എന്ന് ഞങ്ങൾക്ക് ആദ്യം അറിയാമായിരുന്നു, പക്ഷെ ഞങ്ങൾ പിന്നെ വെറുതെ കാണാമെന്നൊക്കെ പറഞ്ഞ് പോയതാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പോണ്ടാ തോന്നിയിട്ടോ, കാരണം എനിക്കെന്തോ അവിടുത്തെ മണമൊന്നും തീരെ ഇഷ്ടമല്ല. ഒരുമാതിരി വൃത്തിയിട്ട മണമായിരുന്നു. പിന്നെ ഫുള്ള് ഒക്ടോപ്പസും പിന്നെ എന്തിൻ്റെയൊക്കെയോ വാലും തലയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് അറപ്പായി. ഞങ്ങൾ ഫുഡ് സ്ട്രീറ്റിൽ നിന്ന് ഒക്ടോപ്പസിനെ ഇതിനെയൊക്കെ കണ്ട് നൈറ്റ് ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി. ഫുൾ നടന്നില്ല. ഞങ്ങൾ എന്നിട്ട് ഇവിടെ ട്വിൻ ടവറിൻ്റെ ഉള്ളിൽ മ്യൂസിക്കൽ ഫൗണ്ടൈൻ ഉണ്ട്, അത് കാണാൻ വന്നതാ. അങ്ങനെ കുറച്ച് നേരം മ്യൂസിക്കൽ ഫൗണ്ടൈനൊക്കെ കണ്ട് അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഞങ്ങൾ സലുമ ബ്രിഡ്ജ് കാണാൻ പോയി.
സലോമ ബ്രിഡ്ജിൽ വന്നിരിക്കുക. ഇപ്പോൾ ഓൾമോസ്റ്റ് 10 o'clock ആയി നൈറ്റ്. ഞങ്ങളിവിടെ രാത്രി വന്നാലേ ലൈറ്റ് ഇട്ടിട്ട് കാണാൻ പറ്റൂ. ഇതാണ് സലോമ ബ്രിഡ്ജ്. ഇതിനുള്ളിൽ കയറി ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് പോകും റൂമിലോട്ട്. ഫോട്ടോ എടുക്കൽ, എല്ലായിടത്തും വന്നാലും ഫോട്ടോ എടുക്കലാണ് മെയിൻ പരിപാടികൾ. സലോമ ബ്രിഡ്ജിൻ്റെ താഴ്ഭാഗം ഫുള്ള് സെമിത്തേരിയാണ്. സെമിത്തേരി. പിന്നെ ഇത് ഇവിടുന്ന് ട്വിൻ ടവർ ആ വ്യൂ. ട്വിൻ ടവർ. ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഗ്രാബ് വിളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അമ്മേനെ ഫ്രണ്ട് ഓടിക്കുന്നത് ഒരു സ്ത്രീയാണ്. അപ്പം അച്ഛൻ പറഞ്ഞ അമ്മേനോട് ഫ്രണ്ടിലിരുന്നത്. അങ്ങനെ നമ്മൾ റൂമിലോട്ട് പോവാണ്. ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിഞ്ഞ്. നാളെ വ്ളോഗ് എടുക്കാൻ മാത്രമൊന്നുമില്ല. നാളെ രാവിലെ കുറച്ച് ഷോപ്പിംഗ്, നേരെ എയർപോർട്ട് കൊച്ചി. അതുകൊണ്ട് ഞാൻ മിക്കവാറും നാളെ അറിയില്ല, നോക്കട്ടെ, ചിലപ്പോൾ എടുക്കും. അപ്പം ശരി, ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.